ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ കൃഷി വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പുഷ്പ കൃഷിയുടെ വിളവെടുപ്പിന് തുടക്കമായി. 2006-2027 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയ പുഷ്പ കൃഷിയുടെ പഞ്ചായത്തിലെ വിളവെടുപ്പ് ഉദ്ഘാടനം 23-ാം വാർഡ് കുറുന്തലയിൽ കർഷകനായ കെ സുകുമാരന്റെ 15 സെന്റ് കൃഷിയിടത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാബിറ പുളിയമ്പലത്ത് നിർവഹിച്ചു. കൃഷിഭവൻ മുഖേന ചെണ്ടുമല്ലി തൈകൾക്കും വളങ്ങൾക്കും സബ്സിഡി നൽകി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളായി 2.5 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഇക്കുറി പുഷ്പകൃഷി ഇറക്കിയത്. ഓണത്തോടനുബന്ധിച്ച് കൃഷി വകുപ്പും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന ഓണച്ചന്തയിൽ പൂക്കൾ വിൽക്കാനുള്ള പ്രത്യേക സൗകര്യമൊരുക്കും. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പൂക്കൾ വിപണി കീഴടക്കാതിരിക്കാൻ ഇവിടുത്തെ കർഷകരുടെ പൂക്കൾ കൃഷിഭവൻ മുഖേന സംഭരിച്ച് വിപണിയിലെത്തിക്കും. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KP മുസ്തഫ തങ്ങൾ അധ്യക്ഷനായി. കൃഷി ഓഫീസർ ആരണി പദ്ധതി വിശദീകരിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തിലെ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ പുഷ്പകൃഷി പ്രോത്സാഹനം എന്ന പദ്ധതി നമ്മൾ ജനകീയാസൂത്രണത്തിൽ വെച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ഏകദേശം 2.5 ഏക്കറോളം സ്ഥലത്താണ് നമ്മുടെ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായിട്ട് ചെണ്ടുമല്ലി കൃഷി ഇറക്കിയിട്ടുള്ളത്. തൈകൾ നമ്മൾ 75% സബ്സിഡികളിൽ കർഷകർക്ക് വിതരണം ചെയ്തു. അതോടൊപ്പം നിലം ഒരുക്കുന്നതിനും മറ്റ് വളങ്ങൾ വാങ്ങുന്നതിനുമൊക്കെ സബ്സിഡി ഇനത്തിൽ നമ്മൾ അവരെ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ പഞ്ചായത്തോടെ സഹകരിച്ച് ഓണച്ചന്ത സംഘടിപ്പിക്കുന്നുണ്ട്. ഓണച്ചന്തയുടെ ഭാഗമായിട്ട് കർഷകരിൽ നിന്നും ഈ പൂക്കൾ സംഭരിച്ച് ആ പൂക്കൾ വിപണിയിലേക്ക് എത്തിക്കുക. അപ്പം മറുനാടുകളിൽ നിന്ന് വരുന്ന പൂവുകളിൽ നിന്ന് നമ്മുടെ കർഷകർ തന്നെ ഉണ്ടാക്കിയ പൂക്കൾ ഇക്കൊല്ലത്തെ ഓണത്തിന് നമ്മുടെ പള്ളിക്കൽ പഞ്ചായത്തിൽ എത്തിക്കുക എന്നുള്ളൊരു ആശയത്തോടു കൂടിയാണ് നമ്മൾ പള്ളിക്കൽ പഞ്ചായത്തും കൃഷിഭവനും കൂടി സംയുക്തമായി ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കിയത്. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ PA നഫീസ റിൻസി, KP ഖൈറുന്നീസ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മുസ്തഫ പള്ളിക്കൽ, C നാരായണി, പ്രജിത മനോഹരൻ, PK ഷാഹിദ, M റാഷിദ, ഫരീദ ലത്തീഫ്, കർഷകരായ K സുകുമാരൻ, M ശിവശങ്കരൻ, പൊതുപ്രവർത്തകരായ M വിജയകുമാർ, K രാജൻ, P രഘുനാഥ്, P നീലകണ്ഠൻ, C മുനീർ, K വേലായുധൻകുട്ടി, K വിശ്വനാഥ് പങ്കെടുത്തു. വാർഡിലെ അംഗനവാടി കുരുന്നുകളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 99. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.